അഡ്വഞ്ചർ മൂവീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ മൂവി കണ്ടാലോ? 2018 റിലീസായ ഫീമെയിൽ ഓറിയന്റഡ് അഡ്വഞ്ചർ ആക്ഷൻ ത്രില്ലർ ടോം റൈഡർ. ഒരു വോയിസ് ടേപ്പ് പ്ലേ ചെയ്യുന്നതും കാണിച്ചാണ് മൂവി തുടങ്ങുന്നത്. മെയ് 17, 2009. ഞാൻ ഹിമിക്കോയെ പറ്റിയുള്ള റിസർച്ചിലാണ്. ഹിമിക്കോ ജപ്പാന്റെ ആദ്യത്തെ മഹാറാണി. ആഭിചാരത്തിലൂടെയും ദുർമന്ത്രവാദത്തിലൂടെയുമാണ് അവൾ ആ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അവളുടെ ഒരു സ്പർശനം പോലും മരണത്തിനിടയാകും. അങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന മരണത്തിനും നാശത്തിനും ഇടയിലാണ് വിധി അവളെ തടുത്തു നിർത്തിയത്. അവളുടെ സൈന്യാധിപൻ തന്നെ അവളെ പിടിച്ചുകെട്ടി ഡെവിൽ സീ അഥവാ ചെകുത്താന്റെ കടലിലെ ആർക്കും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ദ്വീപിൽ അവളെ അടക്കം ചെയ്തു. മറ്റാരുടെയും കയ്യിൽ പെടാതിരുന്ന ആ സ്ഥലത്തെ പറ്റിയുള്ള ഒരു പഴയ മാപ്പ് എനിക്ക് കിട്ടി. അവൾ അവിടെ തന്നെയാണുള്ളത്. അവളെ മോചിപ്പിക്കാനായി ആരെങ്കിലും വരുമെന്നും കാത്ത് അവൾ ആ മലകൾക്കിടയിലുണ്ട്. മറ്റാരെങ്കിലും അവളെ തേടി ചെല്ലുന്നതിനു മുമ്പ് എനിക്ക് തന്നെ ആദ്യം അവിടെ എത്തണം. ഇതാണ് എന്റെ മകൾ ലോറയെ ഞാൻ പിരിഞ്ഞിരിക്കാൻ പോകുന്ന എന്റെ ജീവിതത്തിലെ തന്നെ അവസാന ദൗത്യം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ലോറയാണ്. അവൾ ഇവിടെ ബോക്സിംഗ് റിങ്ങിലാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലവളെ മേടിച്ചു കൂട്ടുന്നുണ്ട്. താഴെ നിൽക്കുന്നവരാവട്ടെ, ലോറ നിന്നെ കൊണ്ട് പറ്റില്ല, നിർത്തിയേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കുന്നില്ല. ഇനി ചത്തുപോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് അവള് തോൽവി സമ്മതിക്കുന്നത് തന്നെ. ആ ഫൈറ്റ് കഴിയുമ്പോൾ തന്നെ ആ ക്ലബിന്റെ ഓണർ ലോറയെ കാണാൻ വരുന്നുണ്ട്. നീ ഇതുവരെ ഇവിടുത്തെ പേയ്മെന്റ്സ് ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല, ഇനി പൈസ തരാതെ ഇവിടെ ഫൈറ്റിന് വരണ്ട, പോയി ഒരു ജോലി കണ്ടെത്തി ലോറ എന്ന് അയാൾ പറയുമ്പോ, എന്റെ ഈ വേഷം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഞാൻ തമാശ കാണിക്കുന്നതായിട്ടാണോ? ഞാനിപ്പോ ജോലിയിലാണെന്നും പറഞ്ഞ് ലോറ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. സത്യത്തില് ലോറ ഇപ്പോ ഒരു സൈക്കിൾ ഫുഡ് ഡെലിവറി ഗേൾ ആയിട്ട് ജോലി നോക്കുകയാണ്. അങ്ങനെ അവളാവട്ടെ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുകയാണ്. അവളെ അവിടെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ മുഖത്ത് 20 വാൾട്ടിന്റെ ഒരു ബൾബ് കത്തുന്നുണ്ട്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ആവട്ടെ അവന്റെ പുറകിൽ നിന്ന് അവനെ തോണ്ടുന്നുണ്ട്. ഇവിടെ വാങ്ങിക്കീറി നിൽക്കാതെ പോയി അവളോട് സംസാരിക്ക് ചെറുക്ക, ഡിന്നറിന് കൂടെ വരാമോന്ന് ചോദിക്ക് എന്നാ ലേഡി പറയുന്നുണ്ടെങ്കിലും അവനാവട്ടെ ആകെ നാണത്തിൽ പൂത്തുലഞ്ഞ് നിൽക്കുകയല്ലേ. ഫുഡ് കളക്ട് ചെയ്ത ശേഷം എന്താണെന്ന് ലോറ ചോദിക്കുമ്പോ, ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല എന്നവൻ പറയാണ്. ലോറ പുറത്തേക്ക് പോയതും അവിടെ ഉണ്ടായിരുന്ന ആ ലേഡി ആവട്ടെ, നീ ഇവിടെ വായിൽ പഴം വെച്ചിരുന്നോടാ, അവള് വേറെ ഏതെങ്കിലും നല്ല ആമ്പിള്ളാര് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവർ അവന്റെ തലക്കിട്ടൊരു കൊട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡെലിവറിക്കിടയിലാണ് ലോറ അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണുന്നത്. അവരെല്ലാം ഫോക്സ് ഹണ്ട് എന്ന റേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ 30 പേരിൽ കൂടുതലായി. ഒരു ഫോക്സിനെ കണ്ടുപിടിച്ച് ഉടനെ തന്നെ റേസ് തുടങ്ങണം. ഫോക്സ് ഹണ്ടോ, അതെന്താ സംഭവം എന്ന് ചോദിച്ച് ലോറ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അത് പിന്നെ ഫോക്സ് ഹണ്ട് എന്നാൽ ഒരു ബൈസൈക്കിൾ റേസ് ആണ്. ഒരു സൈക്കിളിന്റെ പിന്നില് ഒരു പെയിന്റ് ബക്കറ്റും ഒരു കുറുക്കന്റെ വാലും കെട്ടിവെക്കും. ആ സൈക്കിളിലുള്ള ആളാണ് ഫോക്സ് അല്ലെങ്കിൽ കുറുക്കൻ. ആ ബക്കറ്റിൽ നിന്നും വീഴുന്ന പെയിന്റിലൂടെയാണ് മറ്റുള്ളവർ ഫോക്സിനെ ഫോളോ ചെയ്യുന്നത്. ആ പെയിന്റ് തീരുന്നതിന് മുമ്പ് ഫോക്സ് സൈക്കിളിന്റെ പിന്നിലെ വാലെടുക്കുന്നതാരാണോ അവനാണ് വിന്നർ. ഇനി വാലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഫോക്സ് തന്നെ ആയിരിക്കും വിന്നർ. മുഴുവൻ പൈസയും ആ ഫോക്സിന് തന്നെ കിട്ടും. പൈസയോ? എത്രയാ പ്രൈസ് എമൗണ്ട് എന്ന് ലോറ ചോദിക്കുന്നതും $600 എന്ന് കേട്ടതും, എന്നാ പിന്നെ നിങ്ങൾക്ക് ആളെ കിട്ടിയെന്ന് തന്നെ കൂട്ടിക്കോ, ഞാൻ തന്നെ ഫോക്സ് അയക്കാം. അടുത്ത സീനില് റേസ് തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. ലോറയുടെ സൈക്കിളില് ഒരു കുറുക്കന്റെ വാലും ഒരു പെയിന്റ് ബക്കറ്റും വെച്ച് ആ ബക്കറ്റിൽ ഒരു ഹോള് ഇടുന്നുണ്ട്. ലോറ ആദ്യം പോയി 5 സെക്കൻഡ് കഴിഞ്ഞ് അവള് പോയ ആ പെയിന്റ് വഴി ഫോളോ ചെയ്ത് എല്ലാവരും അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ട്. സൈക്കിൾ റൈഡിങ്ങില് നമ്മുടെ പെണ്ണ് പിന്നെ പുലി ആയതുകൊണ്ട് തന്നെ എല്ലാ ഊട് വഴി കൂടെയും കയറി അവന്മാരെ അവള് നന്നായിട്ട് ചുറ്റിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അവളാവട്ടെ ആ സൈക്കിൾ ഒരു ലോറിയുടെ മുകളിലേക്ക് കയറ്റുന്നുണ്ട്. ആ പെയിന്റും ഫോളോ ചെയ്ത് വന്നവന്മാര് നോക്കുമ്പോ പിന്നെ വഴി കാണുന്നില്ല. അവന്മാരാവട്ടെ അവളെ അന്വേഷിച്ച് പല വഴിക്കായിട്ട് തിരിയാണ്. ഇതേ സമയം അവൾ ആ ലോറിയിൽ നിന്ന് ഇറങ്ങുന്നത് ഒരുത്തൻ കാണുന്നുണ്ട്. അവൻ അവളുടെ പിന്നാലെ തന്നെ വച്ച് പിടിക്കുന്നുണ്ട്. ഇത് കണ്ട ലോറയാവട്ടെ സൈക്കിൾ ഒന്ന് സ്ലോ ചെയ്യാണ്. അവൻ ആ വാലെടുക്കാൻ തുടങ്ങുന്നതും അവൾ അങ്ങ് സ്പീഡ് കൂട്ടുകയാണ്. അവനാവട്ടെ മണ്ടയ്ക്കടിയും കിട്ടി അവിടെ മറിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോറയ്ക്ക് വഴിയിലെ ഒരാളെ കണ്ട് അവളുടെ അച്ഛനെ പോലെ തോന്നുന്നത്. ഒരു നിമിഷം അച്ഛന്റെ ഓർമ്മയിലാവുന്ന ലോറ ഒരു കാറിൽ ചെന്ന് ഇടിച്ച് വീഴുന്നുണ്ട്. നോക്കുമ്പോഴാവട്ടെ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ പോലീസ് കാറിലാണ് ചെന്ന് ഇടിച്ചിരിക്കുന്നത്. ഇതൊരു ഇല്ലീഗൽ റേസ് ആയതുകൊണ്ട് തന്നെ പിന്നാലെ വന്നവന്മാരെല്ലാം പോലീസിനെ കണ്ട് സ്ഥലം കാലിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലോറ മാത്രം പോലീസിന്റെ കയ്യിൽ പെട്ടുപോവാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലായ ലോറയെ ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുന്ന അന്നയാണ്. ഈ അന്നയാണ് ലോറയുടെ ലോക്കൽ ഗാർഡിയൻ. ലോറ, നിന്റെ അച്ഛനെ കാണാതായിട്ട് 7 വർഷമായി. 5 വർഷം മുമ്പ് തന്നെ പോലീസ് ആ അന്വേഷണം അവസാനിപ്പിച്ചു. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസീസ് പോലും നമ്മളെ കൈയൊഴിഞ്ഞു. ലോറ, നിന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള സത്യം നീ ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. കോടിക്കണക്കിന് ആസ്തിയുണ്ട് നിനക്ക്. നിനക്ക് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ എത്രയും പെട്ടെന്ന് തന്നെ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യണം.
അതോടെ നിന്റെ അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലോട്ടാവും. ഇത് കേട്ട ലോറയാവട്ടെ, ഓഹോ, അപ്പൊ അതിനാണോ നിങ്ങൾ ഇവിടം വരെ വന്നത്? അതൊന്നും എന്റെ സ്വത്തുക്കളല്ല, അതെല്ലാം എന്റെ അച്ഛൻ്റെതാണ്. അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നോക്ക് ലോറ, നീ ഇപ്പോ ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേരിലുള്ളതെല്ലാം ലേലം വിളിച്ച് വിൽക്കപ്പെടും. അത് കമ്പനി മാത്രമല്ല, നിന്റെ അച്ഛന്റെ ആ വീടും. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ മനുഷ്യന് ആ വീട് നഷ്ടപ്പെടുന്നത് എത്ര വേദന ഉണ്ടാക്കുമെന്ന്? ലോറയുടെ അച്ഛനെ കാണാതായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതായതോടെ അദ്ദേഹം മരിച്ചെന്ന് എല്ലാവരും കരുതി. പക്ഷെ ലോറയ്ക്ക് മാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിന്റെ വേദന കൊണ്ടുകൂടിയാണ് വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ പെണ്ണ് ഒരു വേദനിക്കുന്ന കോടീശ്വരിയാണല്ലേ? പണ്ട് ഞാനും ഇതുപോലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തില് രാവിലെ അച്ഛനും അമ്മയും കൂടി എന്നോട് വന്ന് പറയും, മോളെ, നമ്മൾ പാരമ്പര്യമായി കോടീശ്വരരാണ്. നിന്നെ നിന്റെ ആ തലയ്ക്ക് വെളിവില്ലാത്ത അനിയത്തെയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയിക്കാനായിട്ടാണ് ഇത്രയും നാളും ദരിദ്രവാസികളായിട്ട് ജീവിച്ചത്. പക്ഷെ എന്റെ കാറും ബംഗ്ലാവും എല്ലാം വേറെ സ്വപ്നമായില്ലേ? പിന്നെ കുറച്ച് വളർന്നപ്പോ മനസ്സിലായി കാറും ബംഗ്ലാവും ഒന്നുമല്ല, മനസമാധാനത്തിലാണ് കാര്യമൊന്നും. അതൊക്കെ പോട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട വീടും കയ്യിൽ നിന്ന് പോകുന്നായതോടെ ലോറ എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് പിറ്റേ ദിവസം അവളുടെ കമ്പനിയായ ക്രോഫ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറി ചെല്ലാനായി പോയ ലോറയെ അവളുടെ വേഷമൊക്കെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് ആവട്ടെ, അതെ, കൊറിയറൊക്കെ അപ്പുറത്താണ്. ഇത് കേട്ട ലോറയാവട്ടെ, ഞാൻ അന്നയെ കാണാനായിട്ടാണ് വന്നതെന്ന് പറയുമ്പോ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുകയാണ്. ഇല്ലെന്ന് പറയുമ്പോ റിസപ്ഷനിസ്റ്റ് അവളുടെ പേര് ചോദിക്കുന്നുണ്ട്, ലോറ ക്രോഫ്റ്റ്. ഇത് കേട്ടത് അയാളാവട്ടെ അന്തം വിട്ട് അവളെ നോക്കുന്നുണ്ട്. ഈ കമ്പനി മുതലാളിയെ അവരാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അടുത്ത സീനില് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ടിരിക്കുന്ന ലോറയാണ് കാണിക്കുന്നത്. അടുത്ത് തന്നെ അന്നയും ഒരു വക്കീലും ഉണ്ട്. സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കാനായിട്ടുള്ള ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വക്കീൽ അയാളുടെ പെട്ടിയിൽ നിന്നും ഒരു ബോക്സ് വെളിയിൽ എടുക്കുന്നത്. ഇത് കാണുന്ന ലോറയാവട്ടെ, ഇത് അച്ഛൻ്റെതല്ലേ? അതേന്ന് വക്കീല് പറയുമ്പോ ഇതൊരു ജാപ്പനീസ് പസിലാണെന്നും പറഞ്ഞ് ലോറ അത് മേടിക്കുകയാണ്. ഇത് എഗ്രിമെന്റ് സൈൻ ചെയ്ത ശേഷമാണ് തരാനുള്ളത്. നടപടി അനുസരിച്ച് എഗ്രിമെന്റ് ആണ് ആദ്യം സൈൻ ചെയ്യേണ്ടത് എന്ന് വക്കീല് പറയുന്നുണ്ട്. ലോറയുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തെ കാണാതാവുന്നതിന് മുമ്പ് ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചതും ആ എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം ലോറയ്ക്കായി ഈ ബോക്സ് കരുതി വെച്ചിരുന്നതും. ഇങ്ങനെയുള്ള പസിലൊക്കെ സോൾവ് ചെയ്യുന്നതിന് ലോറ മിടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വക്കീല് പറയുന്നൊന്നും കേൾക്കാതെ അവൾ അപ്പൊ തന്നെ ആ പസിൽ സോൾവ് ചെയ്യാണ്. അത് സോൾവ് ചെയ്യുന്നതും ആ പസിലിൽ വേറൊരു അറ തുറക്കുന്നുണ്ട്. എന്താണെന്ന് ലോറ നോക്കുമ്പോ അതിൽ അവളും അച്ഛനായിട്ടുള്ള ഒരു പഴയ ഫോട്ടോയും ഒരു താക്കോലും പിന്നെ ഒരു ചെറിയ ലെറ്ററും ഉണ്ട്. ഈ പസിലിന്റെ അകത്ത് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ അന്നയും വക്കീലും അന്തം വിട്ടിരിക്കുന്നുണ്ട്. ലോറ ആ ലെറ്റർ തുറന്ന് വായിക്കുകയാണ്. അവസാന ലക്ഷ്യസ്ഥാനത്ത് നിന്നുള്ള എന്റെ ആദ്യ ലെറ്റർ. ഇത് കേൾക്കുന്ന വക്കീലാവട്ടെ, ലെറ്റർ ഒന്നും തന്നിട്ടില്ലെന്ന് പറയാണ്. പെട്ടെന്ന് എന്തോ മനസ്സിൽ വരുന്ന ലോറയാവട്ടെ എഗ്രിമെന്റ് ഒന്നും സൈൻ ചെയ്യാതെ തന്നെ അവിടെ നിന്നിറങ്ങി അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ വീടിന്റെ അടുത്ത് തന്നെ അവളുടെ കുടുംബത്തിലെ മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ പേര് കൊത്തിവെച്ച കല്ലറകളുള്ള ഒരു മുറി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ലോറ അവളുടെ അച്ഛന്റെ പേരെഴുതിയ കല്ലറയ്ക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ്. എന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത്, അതായത് കല്ലറ, ആദ്യ ലെറ്റർ. ഒന്നാലോചിച്ച ശേഷം ലോറ അച്ഛന്റെ പേര് കൊത്തിവെച്ച ആദ്യ ലെറ്ററിലൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു കീ ഹോൾ ഓപ്പണായി വരുന്നത്. കയ്യിലുണ്ടായിരുന്ന താക്കോലിട്ട് അവൾ അത് തുറക്കുന്നുണ്ട്. അപ്പോഴാണ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു ഡോറ് അവിടെ ഓപ്പണായി വരുന്നത്. താഴേക്ക് ഇറങ്ങി വരുന്ന ലോറ കാണുന്നത് അവളുടെ അച്ഛൻ റിസർച്ചിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുറിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ടേപ്പ് അവള് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അതാവട്ടെ അവളുടെ അച്ഛൻ അവക്ക് വേണ്ടി മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. ഹായ് ലോറ, എനിക്കറിയായിരുന്നു എന്റെ പസില് നീ സോൾവ് ചെയ്യുമെന്ന്. ഈ വീഡിയോ നീ കാണാനിടയായെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ മരിച്ചെന്നാണ്. ഒരു ബിസിനസ്മാനായിട്ട് മാത്രമാണ് നിനക്ക് നിന്റെ അച്ഛനെ അറിയാവുന്നത്. നിന്റെ അമ്മയുടെ മരണം എന്നെ ഏറെ തകർത്ത് കളഞ്ഞ ഒന്നായിരുന്നു. ആ വേദനയിൽ നിന്നൊക്കെ തിരികെ വരാനുള്ളൊരു വഴിയായിട്ടാണ് ഞാൻ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ പറ്റി റിസർച്ച് തുടങ്ങിയത്. പിന്നീട് ആ റിസർച്ച് തന്നെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി. നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ ഹിമിക്കോ പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ റെക്കോർഡ്സും നോട്ട്സും മാപ്സും ഒക്കെ നീ കത്തിച്ചു കളയണം. എന്തുകൊണ്ടെന്ന് വെച്ചാ അതൊക്കെ ഏതെങ്കിലും തെറ്റായ കൈകളിൽ എത്തിപ്പെട്ട ഈ ലോകം തന്നെ നശിക്കും. നീ ഇത് ചെയ്യുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോ അവസാനിക്കുകയാണ്. അവിടെ അടുത്തായിട്ട് ലോറ ഹിമിക്കോ എന്ന് എഴുതിയ ഒരു ബോക്സ് കാണുന്നുണ്ട്. നോക്കുമ്പോഴാവട്ടെ അതിനുള്ളിൽ ഹിമിക്കോയെ പറ്റിയുള്ള ഓഡിയോ റെക്കോർഡിങ്സും നോട്ട്സും മാപ്സും പിന്നെ ഒരു പസിലും ഉണ്ട്. അതിലുണ്ടായിരുന്ന ആ ഓഡിയോ റെക്കോർഡിങ് ലോറ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതാവട്ടെ മൂവിയുടെ തുടക്കത്തില് നമ്മൾ ഹിമിക്കോയെ പറ്റി കേട്ട ആ വോയിസ് ഓവർ ഇല്ലേ, അത് തന്നെ. അതിൽ നിന്നൊക്കെ ഹിമിക്കോയെ പറ്റിയുള്ള കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ആ ബോക്സിലുണ്ടായിരുന്ന ഒരു എഗ്രിമെന്റിൽ നിന്നും ലൂറൻ എന്നൊരാളാണ് എൻഡൂറൻസ് എന്ന ഷിപ്പില് അവളുടെ അച്ഛനെ ആ ഐലൻഡിലേക്ക് കൊണ്ടുപോയതെന്ന് അവള്
കണ്ടുപിടിക്കുന്നുണ്ട്. അടുത്ത സീനില് ലോറയാവട്ടെ അച്ഛന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം തന്നെ അവൾക്ക് കൊടുത്തിട്ട് പോയ ഒരു ലോക്കറ്റ് പണയം വെച്ച് കുറച്ച് കാശ് ഒപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്ന ലോറയാണ്. അവിടെ ഒരു തുറമുഖത്തേക്ക് എത്തുന്ന ലോറ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഷിപ്പിന്റെ ഫോട്ടോയും ലൂറൻ എന്ന ആളുടെ പേരും പറഞ്ഞ് ആർക്കെങ്കിലും അറിയാമോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് 3 പയ്യന്മാര് വരുന്നത്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അവര് ചോദിക്കുമ്പോ വേണം, ദേ ഈ ഷിപ്പ് എവിടെയെന്നറിയാമോ? ഇത് എൻഡൂറൻസ് അല്ലേ, ദോ അവിടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്നതും ലോറ അങ്ങോട്ടേക്ക് നോക്കുന്നതും അവന്മാർ അവളുടെ ബാഗും തട്ടിപ്പറിച്ച് അവിടെ നോടുന്നുണ്ട്. അവളാവട്ടെ അവന്മാർക്ക് പിന്നാലെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അവന്മാര് 3 അപ്പുറത്തേക്കുള്ള ഒരു ബോട്ടിലേക്ക് ചാടുമ്പോ ഇടയിൽ വേറൊരു ബോട്ട് വന്നതുകൊണ്ട് തന്നെ ലോറ അവിടെ ബ്ലോക്കായി പോവുകയാണ്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അവൾ എങ്ങനെയൊക്കെയോ വേറെ വഴിയിൽ കൂടിയൊക്കെ അവന്മാരുടെ മുന്നിൽ വന്ന് ചാടി ബാഗ് ഉണ്ടായിരുന്നവനെ പിടിക്കുന്നുണ്ട്. അവന്റെ കഴുത്ത് പിടിച്ച് ലോക്കാക്കി അവന്റെ കയ്യിൽ നിന്നും ആ ബാഗ് അവള് വേടിച്ചെടുക്കുന്നുണ്ട്. അത് വേടിച്ച് അവനെ വിട്ടയക്കുമ്പോ അവനാവട്ടെ ഒരു കത്തിയെടുത്ത് അവക്ക് നേരെ വരുന്നുണ്ട്. ലോറ ഇപ്പൊ അവന്മാരെ പഞ്ഞിക്കിടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവളാവട്ടെ ഒറ്റ ഓട്ടം ഓടുകയാണ്. അങ്ങനെ ഒരു ക്രെയിനിൽ തൂങ്ങി അപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് എൻഡൂറൻസ് എന്ന് എഴുതിയ ഒരു ഷിപ്പ് അവള് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഓടി ആ ബോട്ടിൽ കയറി സഹായത്തിനായിട്ട് അവള് ലൂറന്നിന്റെ പേര് വിളിക്കുന്നുണ്ട്. ആ 3 പയ്യന്മാരും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവന്മാര് ലോറയുടെ അടുത്തേക്ക് വരുന്നതും ദാ ഒരു ഗൺഷോട്ട്. ഏത് നായിന്റെ മോനാടാ എന്റെ കപ്പൽ കയറിയേ? അത് കണ്ടതും ഇയാള് വീണ്ടും കുടിച്ചെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞ് ആ 3 പയ്യന്മാരും സ്പോട്ടിൽ തന്നെ സ്ഥലം കാലിയാക്കുന്നുണ്ട്. ലോറയ്ക്ക് നേരെ തിരിയുന്ന അയാളാവട്ടെ നീ ഏതാളാടി എന്ന് ചോദിക്കുമ്പോ അത് ഞാൻ ലൂറന്നിനെ അന്വേഷിച്ചു വന്നതാ. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്, നീ എന്നെ കണ്ടുപിടിച്ചല്ലോ, ഇനി ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് ഗണ്ണ് അവൾക്ക് നേരെ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, പറയുന്നതൊന്ന് കേക്ക്, ഇറങ്ങടി വെളിയില്. അങ്ങനെ ലോറയാവട്ടെ ബോട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നതും ചക്ക വീണതുപോലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോഴതാ ചക്കയല്ല, ലൂറന്നെ താഴെ വീണ് കിടക്കുന്നു. ആളൊന്ന് കുടിച്ച് ഫിറ്റായി പോയതാ. കട്ട് ചെയ്താ പിന്നീട് കാണിക്കുന്നത് ലൂവിന്റെ തലവഴിയെ വെള്ളം ഒഴിക്കുന്ന ലോറയാണ്. എന്റെ അച്ഛൻ റിച്ചാർഡ് ക്രോഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ബോട്ട് വാങ്ങിയിരുന്നില്ലേ? ബോട്ടോ? ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ദാ ഇത് നോക്ക്, നിന്റെ പേര് ലൂറൻ എന്നല്ലേ എന്ന് പറഞ്ഞ് അവളെ എഗ്രിമെന്റ് അവനെ കാണിക്കുന്നുണ്ട്. ഇത് എന്റേതൊന്നും അല്ല, ഇതെന്റെ അച്ഛൻ്റെതാ. ലൂറൻ എന്നുള്ളത് ഞങ്ങളുടെ കുടുംബ പേരാ. അച്ഛനോ? നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ? എനിക്ക് അയാളെ ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞ് അവള് വീണ്ടും അവന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓ ഒന്ന് നിർത്തടി, അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ബോട്ടും എടുത്ത് എങ്ങോട്ടോ പോയതാ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നവൻ പറയുമ്പോ ഒന്ന് ആലോചിച്ച ശേഷം അവള് ചോദിക്കുകയാണ്, നിന്റെ അച്ഛനെ കാണാതായത് 7 വർഷങ്ങൾക്ക് മുമ്പാണോ? ഇത് കേൾക്കുന്ന ലൂ ആവട്ടെ ഇത് ഇവൾക്ക് എങ്ങനെ അറിയാം എന്ന മട്ടിൽ അവളെ നോക്കുന്നുണ്ട്. കട്ട് ചെയ്താ പിന്നെ അടുത്ത സീനില് നമ്മുടെ അച്ഛന്മാരെ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയാം എന്ന് ലോറ പറയുമ്പോ ഓഹോ എവിടേക്കാ? കടലിന്റെ അടിയിലോട്ടോ എന്നവൻ ചോദിക്കുകയാണ്. ആൾതാമസം ഇല്ലാത്ത ഒരു ഐലൻഡിലേക്കാണ് അവര് പോയത്. എമത്തായി എനിക്ക് അവിടേക്ക് പോയി അവർക്ക് എന്താണ് പറ്റിയതെന്ന് അറിയണം. ആണോ? എന്നാ ബെസ്റ്റ് ഓഫ് ലക്ക്, നീ പൊയ്ക്കോ. അവിടെ 6000 ഐലൻഡ്സ് ഉണ്ട്. നീ പോയി ഓരോന്നും കയറി ഇറങ്ങിയങ്ങ് കണ്ടുപിടിക്ക്. അതിനല്ലേ മാപ്പ്. എന്റെ കയ്യില് നമുക്ക് പോവേണ്ട ഐലൻഡിന്റെ മാപ്പുണ്ട് എന്നും പറഞ്ഞ് ലോറ ആ മാപ്പ് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ദാ നോക്ക്, ഇവിടെ ആയിട്ട് വരും. ഇത് കണ്ട ലൂ ആവട്ടെ എവിടെ? ഡെവിൾസിയുടെ നടുക്കോ? ആ ചെന്ന് കയറി കൊടുക്ക്. അടക്കാനായിട്ട് നിന്റെ ശവം പോലും ബാക്കി കിട്ടൂല. ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ, നിനക്കൊന്ന് എന്നെ സഹായിച്ചൂടെ എന്ന് ലോറ ചോദിക്കുമ്പോ ഓ പിന്നെ ഒരു അഡ്വഞ്ചർ, ചാവാൻ പോണതാണല്ലോ അഡ്വഞ്ചർ എന്നും പറഞ്ഞ് ലൂ അവിടെ നെണീച്ച് പോവാൻ പോവാണ്. പിന്നെ അവരെ കണ്ടുപിടിക്കണ്ടേ എന്ന് ലോറ ചോദിക്കുമ്പോ എനിക്ക് അതൊന്നും അറിയണ്ട, എനിക്കിവിടെ വേറെ പണിയുണ്ട് എന്ന് ലൂ പറയുന്നുണ്ടെങ്കിലും അവനും അവന്റെ അച്ഛനും കൂടെയുള്ള ഒരു പഴയ ഫോട്ടോയിലേക്ക് ഒരു നിമിഷം അവനൊന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അത് ലോറ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ ഒപ്പം വന്ന ദാ ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ലോറ അവളുടെ ഷൂവിൽ നിന്നും ഒരു കെട്ട് പൈസ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ഇതെനിക്കെന്തിനാ? ശവപ്പെട്ടി മേടിക്കാനാ എന്നവൻ ചോദിക്കുമ്പോ നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഈ പൈസ കൊടുത്താ ഈ പാട്ട ബോട്ടിന് പകരം വേറെ നല്ല ബോട്ട് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് ലോറ ആ പൈസ എടുക്കാനായിട്ട് അതി കൈവയ്ക്കാൻ തുടങ്ങുന്നതും അതിലേക്ക് കൈവച്ച ലൂ ആവട്ടെ വേറെ ബോട്ടൊക്കെ നിനക്ക് കിട്ടും, പക്ഷെ എന്നെ പോലെ ഇത്ര സുന്ദരനായ ഒരു ക്യാപ്റ്റനെ കിട്ടില്ലല്ലോ. ഇത് കേട്ട് ലോറ ചിരിക്കുമ്പോ മറ്റേ ഷൂവിലും ഇതുപോലെ കാശില്ലേ, അതിലെത്രയുണ്ട് എന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അടുത്ത സീനില് അവർ രണ്ടുപേരും കൂടി ആ ദ്വീപിലേക്കുള്ള യാത്ര തിരിക്കുന്നതാണ് കാണിക്കുന്നത്. യാത്രക്കിടയില് ലോറ ആവട്ടെ അച്ഛന്റെ വോയിസ് ടേപ്പ് ബാക്കി പ്ലേ ചെയ്ത് ഹിമിക്കോയെ പറ്റി കൂടുതൽ അറിയാനുള്ള ശ്രമത്തിലാണ്. ഹിമിക്കോയുടെ കല്ലറയിലേക്ക് എത്താൻ ഒരു കവാടമുണ്ട്. അത് തുറന്നാൽ മാത്രമേ
അകത്തേക്ക് എത്താൻ സാധിക്കൂ. ആ കവാടം ഒരു പസില് പോലെയാണ്. അതുപോലൊരു പസില് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതില് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആ കവാടം എനിക്ക് തുറക്കാൻ പറ്റും. ഇത് കേട്ട ലോറ ആ പസിലെടുത്ത് നോക്കുന്നുണ്ട്. ഹിമിക്കോയെ അടക്കം ചെയ്ത സമയത്ത് അവളുടെ 1000 പോരാളികളും അവൾക്കായി ജീവത്യാഗം ചെയ്തു. അവൾ ഉയർത്തെണീക്കാനിടയായാൽ ആ 1000 പേരുടെ ആത്മാക്കളും അവൾക്കൊപ്പം ഉയർത്തെണീക്കും. ഞാൻ ചെയ്യുന്ന ഈ ഹിമിക്കോ റിസർച്ച് മറ്റാരുടെ കണ്ണിൽപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പൊ അവരാരാണെന്ന് എനിക്കറിയാം. ട്രിനിറ്റി ഒരു പഴയ തീവ്രവാദ സംഘടനയാണ്. ഈ സൂപ്പർ നാച്ചുറൽ പവറിനെ അവരുടെ നിയന്ത്രണത്തിലാക്കി ഈ ലോകം ഭരിക്കാൻ അവരാഗ്രഹിക്കുന്നു. അവർ എനിക്ക് പിന്നാലെ തന്നെയുണ്ട്. അവർക്കിത് ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള ഒരു ആയുധമാണ് എന്ന് പറഞ്ഞ് ആ വോയിസ് ടേപ്പ് അവസാനിക്കുകയാണ്. അച്ഛനെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു പേടി ലോറയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ആ കോഡൊക്കെ വെച്ച് ലോറ ആ പസിൽ സോൾവ് ചെയ്ത് അത് തുറക്കുന്നുണ്ട്. ഈ യാത്രയോടുകൂടി ലൂവും റോറയും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന ലോറയാണ്. നോക്കുമ്പോഴതാ ഭയങ്കര കാറ്റിലും മഴയിലും കപ്പലാകെ ആടി ഉലയുവാണ്. വലിയ തിരമാലയിലൊക്കെ പെട്ട് കപ്പലിൽ വെള്ളം കയറിയിട്ടുമുണ്ട്. അവള് പെട്ടെന്ന് തന്നെ ലൂവിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അവനാവട്ടെ കപ്പലിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് പെടാപ്പാട് പെടുന്നുണ്ട്. നീ പറഞ്ഞ ദ്വീപിലേക്ക് നമ്മൾ എത്തി. ദാ നോക്ക്, അതാണ് യമത്തായി. ലോറ അങ്ങോട്ടേക്ക് നോക്കുന്നതും ഏതോ പാറയിൽ ചെന്നിടിച്ച് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുവാണ്. നോക്ക് ലോറ, ഇനി ഈ കപ്പല് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇത് ഉപേക്ഷിക്കണം. എന്താ ഉപേക്ഷിക്കണമെന്നോ? ഇനി ഇവിടെ നിന്നാ ദാ ഈ കപ്പലിനൊപ്പം ഇനി നമ്മൾ മുങ്ങും. പുറത്തേക്ക് ചാടുകയല്ലാതെ നമ്മളുടെ മുന്നിൽ ഇനി വേറെ വഴിയില്ല. ഈ കൂറ്റൻ പാറകളിലൊക്കെ ചെന്നിടിച്ച് എപ്പോ വേണമെങ്കിലും ഈ കപ്പൽ തകരാം. ഇനി ഇതിന്റെ അടുത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ലൂ ആവട്ടെ ഒരു ഫ്ലെയർ ഗണ്ണെടുത്ത് ഫയർ ചെയ്യുന്നുണ്ട്. വാ ലോറ, പുറത്തേക്ക് ചാട്. നിക്ക്, ഞാൻ എന്റെ അച്ഛന്റെ ഡോക്യുമെന്റ്സ് കൂടി എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ലോറ തിരികെ റൂമിലേക്ക് പോകാൻ പോകുമ്പോ വേണ്ട ലോറ, അത് വിട്ടേക്ക് എന്ന് ലൂ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾ അവിടേക്ക് ചെന്ന് ഡോക്യുമെന്റ്സ് എല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ബാഗിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷെ ആ പസില് മാത്രം അവിടെയായി പോവുകയാണ്. ലോറ അത് കാണുന്നുമില്ല. അവൾ ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരു പാറയിലേക്ക് ബോട്ട് വന്ന് ഇടിക്കുകയാണ്. ലൈഫ് ബോട്ട് എടുക്കാനായിട്ട് പോയ ലൂ കടലിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അപകടമാണെന്ന് മനസ്സിലാക്കിയ ലോറ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അവൾ അങ്ങനെ ചാടുന്നതും വീണ്ടും ഒരു പാറയിൽ ചെന്നിടിച്ച് കപ്പല് രണ്ടായി പിളർന്നു പോവുകയാണ്. ലൂവിനെ അവൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല. ഒരു വിധത്തിൽ നീന്തി കയറി ലോറ ആ ദ്വീപിന്റെ കരയ്ക്ക് എത്തുകയാണ്. അപ്പോഴാണ് ആരോ അവളെ തലക്കടിച്ചു വീഴ്ത്തുന്നത്. പിന്നീട് ലോറ കണ്ണു തുറക്കുമ്പോ അവൾ ഒരു ടെന്റിലാണുള്ളത്. നോക്കുമ്പോഴാവട്ടെ മുന്നിൽ ഒരാൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരാ? ഞാനിതെവിടെയാ? നീ എണീറ്റോ? എന്റെ പേര് വോഗൽ. ഞാനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ ദ്വീപിലേക്ക് എത്തിപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഭാഗ്യത്തിന് നീ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടു. ഇത് കേട്ട ലോറ ആവട്ടെ എന്റെ ബാഗ് എവിടെ എന്ന് ചോദിക്കുമ്പോ വോഗൽ ആ ബാഗ് എടുത്ത് അവന്റെ കാലിന്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നുണ്ട്. ദാ ഇവിടെ ഉണ്ട്. എന്തിനാണ് ലോറ നീ ഇവിടേക്ക് വന്നത് എന്ന് വോഗൽ ചോദിക്കുന്നുണ്ടെങ്കിലും ലോറ ആവട്ടെ അവളുടെ ബാഗ് എടുത്ത് അത് നോക്കുമ്പോ അതിലുണ്ടായിരുന്ന ഡയറി മാപ്പും ഒന്നും കാണുന്നില്ല. നീ ഇതാണോ നോക്കുന്നേ? ഹിമിക്കോയുടെ വാതിൽ എന്ന് പറഞ്ഞ് വോഗൽ ആ ഡയറി അവളെ കാണിക്കുവാണ്. നിന്റെ അച്ഛൻ റിച്ചാർഡിന് അപ്പോ വഴി അറിയായിരുന്നല്ലേ? നീ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു ലോറ. പക്ഷെ വന്നതില് എനിക്ക് സന്തോഷം. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്നൊരു മാപ്പാണ് നീ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടു തന്നിരിക്കുന്നത് എന്ന് വോഗൽ പറയുമ്പോ എന്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ലോറ ചോദിക്കുമ്പോ ഹിമിക്കോയുടെ അടുത്തേക്ക് എത്താൻ ഞങ്ങളെ സഹായിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞതാണ്. പക്ഷേ അയാൾ അത് കേട്ടില്ല. അയാളുടെ വിചാരം ഈ ലോകം രക്ഷിക്കാൻ പോകുന്ന സൂപ്പർ ഹീറോ ആണെന്നായിരുന്നു. എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ എന്ന് ലോറ ചോദിക്കുമ്പോ ദൈവത്തിന്റെ അടുത്ത് ഞാൻ അയാളെ അങ്ങ് കൊന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 7 വർഷം മുമ്പ് എന്ന് വോഗൽ പറയാണ്. ആകെ മനസ്സ് തകർന്ന് പുറത്തേക്കിറങ്ങുന്ന ലോറ കാണുന്നത് ഹിമിക്കോയുടെ വാതിൽ കണ്ടെത്താനായിട്ട് അവിടുത്തെ പാറകൾ പൊട്ടിക്കുന്നതും അടിമകളെ പോലെ ഒരു കൂട്ടം മനുഷ്യരെ തോക്കൊക്കെ കാണിച്ച് പണിയെടുപ്പിക്കുന്നതുമാണ്. ലോറയെയും വോഗലിന്റെ ആൾക്കാര് ആ അടിമകളുടെ കൂട്ടത്തിലേക്ക് ജോലിക്കായിട്ട് കൊണ്ടുപോവാണ്. ലോറ നോക്കുമ്പോ ലൂവോ അവിടെ തന്നെ ഉണ്ട്. അവനെ കണ്ടതും അവക്കൊരാശ്വാസം തോന്നുന്നുണ്ട്. ഹിമിക്കോ ഉള്ള സ്ഥലത്തിന്റെ എക്സാക്ട് മാപ്പ് കിട്ടിയതോടെ ഇപ്പൊ തെരയുന്ന സ്ഥലം വിട്ട് ആ ലൊക്കേഷനിൽ പോവാൻ തയ്യാറാവാനായിട്ട് വോഗൽ അവന്റെ ആൾക്കാരോട് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയില് ലോറയ്ക്ക് ലൂവായിട്ട് സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടുവാണ്. ഈ മനുഷ്യരൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് ലോറ ചോദിക്കുമ്പോ ഇവരിൽ കൂടുതൽ പേരും മത്സ്യത്തൊഴിലാളികളാണ്. കടൽ കൊള്ളക്കാര് അവരൊക്കെ ഇവർക്ക് വിറ്റതാ എന്ന് ലൂ പറയുവാണ്. എന്റെ അച്ഛനെ കൊന്നത് അയാളാണ് എന്ന് വോഗലിനെ ചൂണ്ടിക്കാണിച്ച് ലോറ പറയുമ്പോ എന്റെ അച്ഛനെയും അവർ കൊന്നെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് എന്ന് ലൂവും പറയാണ്. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ കൂടി
ഇവിടേക്ക് കൊണ്ടുവരരുതായിരുന്നു എന്ന് ലോറ പറയുമ്പോ നമ്മളിപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം എന്നവൻ പറയുകയാണ്. അങ്ങനെ അവസാനം വോഗൽ മാപ്പിൽ നോക്കി ഹിമിക്കോ ഉള്ള ആ സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. വോഗലിന്റെ നിർദ്ദേശപ്രകാരം പാറ പൊട്ടിച്ച് വാതിൽ കണ്ടുപിടിക്കാനുള്ള ജോലി അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ആ ജോലിക്കിടയിൽ ലൂ ആവട്ടെ അടുത്തു നിന്ന് ഒരുത്തനെ അടിച്ചിട്ട് ലോറയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. കൈയൊക്കെ കെട്ടിയ നിലയിലാണെങ്കിലും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. 3 വില്ലന്മാരാവട്ടെ അവൾക്ക് പുറകെ തന്നെ ഉണ്ട്. ഓടി ഓടി അവസാനം അവളാവട്ടെ പാലം പോലുള്ള ഒരു സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. താഴെയാണെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളം, അപ്പുറത്തേക്ക് എത്താനായിട്ട് ആകെയുള്ളൊരു വഴി ഒരു ഉണങ്ങിയ മരത്തടിയാണ്. വേറെ വഴിയൊന്നുമില്ലാതെ അവൾ ആ മരത്തടിയിൽ ചവിട്ടി അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുന്നതും പുറകെ വന്ന വില്ലന്മാരിലൊരുത്തൻ അവള് ഷൂട്ട് ചെയ്യുന്നതും ബാലൻസ് തെറ്റി അവള് വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട വില്ലന്മാരാവട്ടെ ആ പെണ്ണ് വെള്ളത്തിലേക്ക് ചാടി, എന്താ വേണ്ടേ, ഫോളോ ചെയ്യട്ടെ എന്ന് വോഗലിനോട് ഓക്കി ടോക്കിയിലൂടെ ചോദിക്കുകയാണ്. വേണ്ട, നിങ്ങൾ തിരിച്ചു വന്നേക്ക്, അവളെ പിടിക്കാൻ ഞാൻ വേറെ ആളെ അയച്ചേക്കാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ലൂവിനെ വോഗൽ അടിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ലൂ അവരുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ട്. ഇതേ സമയം ലോറ ആവട്ടെ കയ്യിൽ കെട്ടുള്ളതുകൊണ്ട് തന്നെ നീന്താൻ പോലും പറ്റാതെ പാറയ്ക്കിടയിലൂടെയൊക്കെ ആ വെള്ളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകി ഒഴുകി അവസാനം അവളൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വന്നെത്തുകയാണ്. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയും ഇല്ലാതെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നതും പണ്ട് എപ്പോഴോ ക്രാഷ് ലാൻഡായ ഒരു പഴയ പ്ലെയിനിന്റെ തുരുമ്പിച്ച ചിറകില് അവക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. ഒരു വിധത്തില് അതീ പിടിച്ച് എണീച്ച് നിൽക്കുമ്പോഴാണ് ദാ ആ ചിറക് പൊളിയുന്ന ശബ്ദം കേൾക്കുന്നത്. അവള് പെട്ടെന്ന് തന്നെ ചാടി ആ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് എത്തുവാണ്. അപ്പൊ തന്നെ അവള് നിന്നിരുന്ന ഭാഗം ആ വെള്ളച്ചാട്ടത്തിനുള്ളിലേക്ക് വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു തുരുമ്പിച്ച കമ്പിയിൽ അവൾ അവളുടെ കയ്യിലെ കെട്ടഴിക്കാൻ നോക്കുവാണ്. ഇതേ സമയത്താണ് പ്ലെയിന്റെ ബാക്കി ഭാഗം കൂടി പൊളിയാൻ തുടങ്ങുന്നത്. ലോറ കെട്ടൊക്കെ അഴിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് ആ പ്ലെയിൻ മറിഞ്ഞ് അപ്പുറത്തെ മലയിൽ തട്ടി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെ ലോറയാവട്ടെ ഒരു കമ്പിയിൽ പിടിച്ച് അവിടെ കിടക്കുകയാണ്. നോക്കുമ്പോഴതാ അതും ഇപ്പൊ പൊളിഞ്ഞ് താഴെ വീഴാറായി. എന്തേലും വഴിയുണ്ടാന്ന് നോക്കാനായിട്ട് അവള് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഒരു പാരഷൂട്ട് ബാഗ് കാണുന്നത്. അവൾ ഒരു വിധത്തില് എത്തി ആ ബാഗ് എടുക്കുന്നതും അവൾ ഉണ്ടായിരുന്ന ആ സ്ഥലം പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നത്. ലോറ ആ പാരഷൂട്ട് ഓപ്പൺ ആക്കുന്നതും അതിലിനി കീറാൻ സ്ഥലമൊന്നുമില്ല. എങ്കിലും ഒരു വിധത്തില് എല്ലായിടത്തും ഇടിച്ചു കലങ്ങി ലോറ കാട്ടിലേക്ക് വന്ന് വീഴാണ്. അവള് നോക്കുമ്പോ എല്ലാം മൊത്തത്തിൽ പഞ്ചറായ അവസ്ഥയാണ്. മാത്രമല്ല വയറ്റിലൊരു കമ്പിയും കുത്തി കയറിയിട്ടുണ്ട്. ആ കമ്പിയൊക്കെ ഊരിക്കളഞ്ഞ് കാട്ടിൽ നിന്ന് വെളി വന്ന് നോക്കുമ്പോ ചുറ്റും കടലാണ്. രക്ഷപ്പെടാനോ ഒരു സഹായം ചോദിക്കാനോ പോലും ആരുമില്ല. പിന്നീട് കാണിക്കുന്നത് രാത്രി ആ കാട്ടിൽ കിടന്നുറങ്ങുന്ന ലോറയാണ്. എന്തോ ശബ്ദം കേട്ട് അവൾ എണീറ്റ് നോക്കുന്നതും പുറകിന്നൊരുത്ത് അവളെ പിടിക്കുകയാണ്. വോഗൽ അയച്ച വില്ലനായിരുന്നു അത്. അവന്റെ കയ്യിലൊരു കടിയും കൊടുത്ത് രക്ഷപ്പെടാനായിട്ട് അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ രണ്ടും കൂടി അവിടെ കിടന്ന് ഉരുണ്ട അടികൂടുകയാണ്. അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നതും ഒരു കല്ലെടുത്ത് അവന്റെ തലക്കടിച്ച് ഒരു വിധത്തില് അവന്റെ മുഖം ആ ചതുപ്പിലേക്ക് മുക്കി അവൾ അവനെ കൊല്ലുകയാണ്. അവൻ മരിച്ചെന്നായതോടെ ആകെ പേടിച്ച് ലോറ ചുറ്റിനും നോക്കുമ്പോ ഏതോ ഒരു മനുഷ്യരൂപം ഇതെല്ലാം നോക്കി അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. അവള് കണ്ടെന്ന് മനസ്സിലായതും അയാൾ അവിടെ നിന്ന് ഓടുകയാണ്. അതാരാണെന്നറിയാനായിട്ട് ലോറയോ അയാളെ ഫോളോ ചെയ്ത് പോവാണ്. അയാളാവട്ടെ ഒരു കയറിൽ പിടിച്ച് മലയ്ക്ക് മുകളിലുള്ള ഒരു ഗുഹയിലേക്ക് കയറുവാണ്. ലോറയോ അതിൽ പിടിച്ച് കയറാൻ നോക്കുമ്പോ അയാൾ ആ കയറെടുത്ത് മാറ്റുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ലോറ ആ പാറക്കെട്ടിൽ പിടിച്ച് ഒരു വിധത്തിൽ മുകളിലേക്ക് എത്തുവാണ്. അവിടെ ഉണ്ടായിരുന്ന അയാളെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ലോറയ്ക്ക് അത് അവളുടെ അച്ഛൻ റിച്ചാർഡ് ആണെന്ന് മനസ്സിലാവുന്നത്. അച്ഛാ, ഇത് നിങ്ങളാണോ? ഇത് ഞാനാ ലോറ എന്ന് ലോറ പറയുമ്പോ ഇതൊക്കെ എപ്പോഴത്തേം പോലെ തന്റെ തോന്നലാണെന്നും ഇതൊന്നും സത്യമല്ലെന്നൊക്കെ റിച്ചാർഡ് പിച്ചും പേയും പറയാണ്. ഇത്രയും കാലമുള്ള ഒറ്റപ്പെട്ട ജീവിതം കൊണ്ട് കൺമുന്നിൽ നിൽക്കുന്ന മകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ അദ്ദേഹം. അച്ഛാ പ്ലീസ്, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ലോറയാ, അച്ഛന്റെ മോള് ലോറയാ ഞാൻ എന്ന് പറഞ്ഞ ലോറയാവട്ടെ റിച്ചാർഡ് അവളെ പണ്ട് കാണിക്കാറുള്ളത് പോലെയുള്ള ഒരു സൈൻ അവൾ കാണിക്കുകയാണ്. അത് കാണുന്ന റിച്ചാർഡിന് അവളെ മനസ്സിലാവുന്നുണ്ട്. വയറ്റില് നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്ന ലോറ അപ്പോഴേക്കും അവിടെ തളർന്നു വീഴാണ്. അങ്ങനെ റിച്ചാർഡ് ആവട്ടെ ലോറയുടെ മുറിവ് തുന്നിച്ചേർത്ത് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ മാപ്പ് ഉപയോഗിച്ച് ഹിമിക്കോയുടെ വാതിൽ കണ്ടെത്തിയ വോഗലിനെയാണ്. വാതിൽ കണ്ടെത്തിയ ഉടനെ തന്നെ വോഗൽ ആ വിവരം അയാളുടെ ബോസിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഇവിടെ ഉറക്കത്തിൽ നിന്നീറ്റ ലോറ നോക്കുമ്പോ അച്ഛനെ കാണുന്നില്ല.
പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ റിച്ചാർഡ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ വീണ്ടും സ്ഥലം വിട്ടെന്ന് എന്ന് ലോറ പറയുമ്പോൾ റിച്ചാർഡ് ചിരിക്കുന്നുണ്ട്. എനിക്ക് ഈ ദ്വീപിൽ വെച്ച് പലതവണ നിന്നെ കണ്ടതായി തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ നീയാണ് സ്ഥലം വിട്ടിട്ടുള്ളത് എന്ന് അയാൾ പറയാണ്. പിന്നെ പറ, എന്താ നാട്ടിലെ വിശേഷം? നീ ഏത് യൂണിവേഴ്സിറ്റിയിലാ പഠിച്ചേ? ഓക്സ്ഫോർഡിലോ അതോ കാംബ്രിഡ്ജിലോ എന്ന് റിച്ചാർഡ് ചോദിക്കുമ്പോൾ, അച്ഛാ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനൊരു യൂണിവേഴ്സിറ്റിയിലും പോയിട്ടില്ല. അതെന്താ പോവാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ലോറ ഒന്നും പറയാതെ അച്ഛന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ്. അത് കാണുന്ന റിച്ചാർഡിന് തന്നെ കാരണമാണ് അവള് കോളേജിലൊന്നും പോവാത്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. ലോറ, ഞാൻ പലതവണ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ അവൾ എന്നെ അതിന് അനുവദിച്ചിരുന്നില്ല. എന്തൊക്കെയാ അച്ഛാ ഈ പറയുന്നേ? ഏതവള്? ഹിമിക്കോ. ട്രിനിറ്റിയാണ് ഓഗലിനെ ഇങ്ങോട്ടേക്ക് അയച്ചത് അവളെ കണ്ടെത്താൻ. അവർക്ക് അവളെ ഉണർത്തി ആ ശക്തി കൈക്കലാക്കണം. എനിക്ക് അവരെ അതിൽ നിന്ന് തടയണമായിരുന്നു. ഞാനില്ലാതെ ഓഗലിന് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചെന്നാണ്. പിന്നെ ആ ഡോക്യുമെന്റ്സും മാപ്പും ഒക്കെ നീ നശിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ഒരിക്കലും അവനത് കണ്ടെത്താൻ കഴിയില്ല എന്ന് റിച്ചാർഡ് പറയുമ്പോ, അത് പിന്നെ അച്ഛാ അതിലൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ നശിപ്പിച്ചില്ലായിരുന്നു. അതിപ്പോ ഓഗലിന്റെ കയ്യിലുണ്ട്. ഇത് കേട്ട റിച്ചാർഡ് ലോറയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛാ, അയാൾ അതും വെച്ച് ആ ശവത്തിന്റെ പിന്നാലെ പോട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ, അതിനെന്താ? നിനക്കറിയാഞ്ഞിട്ടാണ് ലോറ, ഇത് കുട്ടിക്കളിയല്ല. ഈ ലോകം തന്നെ ആ ശവം നശിപ്പിക്കും. അച്ഛാ, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ലോറ. എന്റെ ജീവൻ പോലും വകവയ്ക്കാതെ ഞാൻ അവർക്കെതിരെ പോരാടിയത് നീ അതിപ്പോ എല്ലാം വെറുതെ ആക്കി കളഞ്ഞില്ലേ? ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണച്ഛാ, നിങ്ങളെ കണ്ടെത്താനായിട്ടാണ് എന്ന് ലോറ പറയുമ്പോ, ഇത്രയും നാളും ആ കല്ലറയും നീ സുരക്ഷിതയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാണോ എന്ന് റിച്ചാർഡ് ചോദിക്കുമ്പോൾ, ഓഗലിന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോണുണ്ട്. ഞാനത് കണ്ടതാ. അതെടുത്ത് നമുക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കാം. വേണ്ട ലോറ, അവന്റെ ഒപ്പം ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത് അപകടമാണ് എന്ന് പറഞ്ഞ റിച്ചാർഡ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പും വില്ലും എടുത്ത് ലോറ ഓഗലിന്റെ ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടേക്കെത്തിയ ലോറ അമ്പ് ചെയ്ത് ലൂവിനും കൂട്ടർക്കും നേരെ തോക്ക് പിടിച്ചു നിന്ന ഒരുത്തനെ കൊന്ന് ലൂവിനോട് ഗൺസ് എടുക്കാനും ഇവരെ എല്ലാം രക്ഷിക്കാനും പറയുകയാണ്. അത് കാണുന്ന ഓഗലിന്റെ ആൾക്കാര് അവർക്ക് നേരെ തിരിയുന്നുണ്ട്. അതോടെ ഓഗലിന്റെ ആൾക്കാരും ആ മനുഷ്യരും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നുണ്ട്. പുറകെ വന്ന ഓഗലിന്റെ ആൾക്കാരെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്ന് ലൂ ഒരു വിധത്തിൽ അവരെ രക്ഷിക്കുന്നുണ്ട്. ലൂവിനോടും രക്ഷപ്പെട്ടു പോവാനായിട്ട് കൂടെ വരാനായി ആ മനുഷ്യർ പറയുന്നുണ്ടെങ്കിലും ലോറയെ ഒറ്റയ്ക്ക് വിട്ടു പോവാനായിട്ട് ലൂ തയ്യാറാവുന്നില്ല. ഇതേ സമയം ലോറയെ തിരക്കി റിച്ചാർഡും അവിടേക്ക് എത്തിയിരുന്നു. റിച്ചാർഡിനെ അവിടെ കണ്ട ഓഗലാവട്ടെ, നീ ഇത്രയും കാലം ജീവനോടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും കൃത്യസമയത്ത് തന്നെയാ നീ വന്നിരിക്കുന്നത്. നീ കണ്ടോ, നീ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ ഹിമിക്കോയുടെ വാതില് ഞാൻ കണ്ടെത്തിയത്. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഇനി നീ വേണം എനിക്ക് ഈ വാതില് തുറന്നു തരാൻ. തുറക്കടാ എന്ന് ഓഗല് പറയുന്നുണ്ടെങ്കിലും റിച്ചാർഡ് അതിന് തയ്യാറാവുന്നില്ല. സാറ്റലൈറ്റ് ഫോണും എടുത്ത് ടെന്റിൽ നിന്നും പുറത്തേക്ക് വന്ന ലോറ കാണുന്നത് വോഗലിന്റെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന തന്റെ അച്ഛനെയാണ്. അവിടേക്കെത്തിയ ലോറ വോഗലിന് നേരെ അമ്പ് വലിക്കുന്നതും, നിനക്ക് നിന്റെ അച്ഛനെ ജീവനോടെ വേണ്ടേ എന്ന് വോഗൽ ചോദിക്കുകയാണ്. ഷൂട്ട് ചെയ്യ് ലോറ, അവനെ കൊല്ല്, എന്നെ നോക്കണ്ട, അവൻ എന്നെ കൊന്നോട്ടെ എന്ന് റിച്ചാർഡ് പറയുമ്പോ, ഞാൻ ഇത്രയും ദൂരം വന്നത് നിങ്ങളുടെ മരണം കാണാനല്ല അച്ഛാ, വാതില് ഞാൻ തുറന്നു തരാം എന്ന് ലോറ വോഗലിനോട് പറയാണ്. ലോറ ഒരു തവണയെ ആ പസില് സോൾവ് ചെയ്തിട്ടുള്ളെങ്കിലും അതിന്റെ ഓർമ്മ വെച്ച് അവൾ ആ വാതിൽ തുറക്കുവാണ്. ആ വാതിൽ തുറക്കുന്നത് ഭൂമിക്കടിയിലേക്കാണ്. അങ്ങനെ വോഗലും അവന്റെ 4 ഗുണ്ടകളും ലോറയും റിച്ചാർഡും ചേർന്ന് ഒരു കയറും കെട്ടി താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുന്നതും ഒരു വലിയ ഗുഹയിലേക്കാണ്. അവരകത്തേക്ക് നടക്കുമ്പോൾ അവിടെ അങ്ങിങ്ങായി മനുഷ്യാസ്ഥികളും മറ്റും കാണുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോറ തറയിൽ ചവിട്ടുന്നതും എന്തോ ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും ഒന്ന് പേടിച്ച് പരസ്പരം നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊരുത്തൻ മറ്റവനോട്, നീ ഇപ്പൊ പേടിച്ച് ചാവുമല്ലോടാ എന്ന് ചോദിക്കുന്നത്. തറയിൽ നിന്ന് ഒരു 3-4 ബ്ലേഡ് മുകളിലേക്ക് വന്നതും അവന്റെ ദേഹത്ത് തുളച്ചു കയറി സ്പോട്ടിൽ തന്നെ അവൻ മരിക്കുന്നുണ്ട്. ഇത് കണ്ട റിച്ചാർഡ് ആവട്ടെ, ഈ ഗുഹ വെളിയിലുള്ളവര് അകത്തേക്ക് കയറാതിരിക്കാനായിട്ടുള്ളതല്ല, അകത്തുള്ളവര് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ അവര് മുന്നോട്ട് പോകുമ്പോഴാണ് മുന്നിലൊരു വലിയ കുഴി കാണുന്നത്. തീ കത്തിച്ച് താഴേക്കിട്ട് നോക്കുമ്പോൾ നിറയെ മനുഷ്യാസ്ഥികളാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ഏണി വെച്ച് അവർ ഓരോരുത്തരും അപ്പുറത്തേക്ക് കടക്കുകയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർ ഹിമിക്കോയുടെ മുഖം കൊത്തിവെച്ച ഒരു സ്ഥലത്തേക്ക് ചെന്നെത്തുവാണ്. ഹിമിക്കോയുടെ മുഖത്തെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കൂ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അവിടെ മറ്റൊരു ഡോറിന്റെ എൻട്രൻസില് മരണത്തിന്റെ റാണി, അവൾ രാത്രി പകലാക്കും, ജീവൻ നിലനിർത്താൻ അവൾ മരിച്ചേ മതിയാവും
ബാക്കിയുള്ളവര് ഇതും വായിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോ വോഗലിന്റെ ഗുണ്ടകളിൽ ഒരുത്തൻ ആ എൻട്രൻസും കടന്ന് മുന്നിലേക്ക് പോവാണ്. അവൻ ചെന്നൊരു കല്ലിൽ ചവിട്ടുന്നതും അത് താഴ്ന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വലിയ കല്ല് വന്ന് ആ എൻട്രൻസ് അടഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അവിടെ പെട്ടുപോവാണ്. അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കി തിരിഞ്ഞോടാൻ നോക്കുമ്പോഴേക്കും ബാക്കിലും അതുപോലുള്ളൊരു കല്ല് വന്ന് അടയുന്നുണ്ട്. നോക്കുമ്പോഴതാ അവര് നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഓരോന്നോരോന്നായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങിയിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള വഴി നോക്കുമ്പോഴാണ് നേരത്തെ മുന്നോട്ട് പോയി അപ്പുറത്തായി പോയ അവനില്ലേ, അവനാ വന്നു മൂടിയ കല്ലിന്റെ ഒരു ഹോളിലൂടെ ടോർച്ചടിച്ച് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. ഇത് കണ്ട് സംശയം വന്ന ലോറയാവട്ടെ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോ അതൊരു കീ ഹോളാണെന്ന് അവക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു കീ ഹോളാണെന്നും ഇതിന്റെ താക്കോൽ ഇവിടെ എവിടെയെങ്കിലും കാണും, അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് അവൾ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. ഇത് കേട്ട റിച്ചാർഡിന് നേരത്തെ വായിച്ചത് ഓർമ്മ വരികയാണ്. ഹിമിക്കോയുടെ മുഖത്തെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കൂ. പെട്ടെന്ന് തന്നെ റിച്ചാർഡ് ഹിമിക്കോയുടെ മുഖത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ എല്ലാവരോടുമായി പറയാണ്. അങ്ങനെ പല മുഖങ്ങളിലായി പല നിറത്തിലുള്ള ക്രിസ്റ്റൽ കല്ലുകൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാരും ഓരോ ക്രിസ്റ്റൽസ് ആയിട്ട് ലോറയ്ക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവൾ അത് ഓരോന്നായിട്ട് ആ കീ ഹോളിൽ വച്ച് നോക്കുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കുന്നില്ല. എൻട്രൻസിൽ എഴുതിയിരുന്നത് ലോറ ഒന്നും കൂടി മനസ്സിലേക്ക് ആലോചിക്കുകയാണ്. മരണത്തിന്റെ റാണി, പകലിനെ രാത്രിയാക്കി, രാത്രി, കറുത്ത ക്രിസ്റ്റൽ എവിടെ? അങ്ങനെ ആ കറുത്ത കല്ല് വെച്ച് നോക്കുമ്പോഴും ആ ഡോർ ഓപ്പൺ ആകുന്നില്ല. ലോറ നിന്നിരുന്ന സ്ഥലം കൂടി ഇടിഞ്ഞു താഴേക്ക് വീഴുകയാണ്. ഒരു വിധത്തിൽ അവൾ ആ വാതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുവാണ്. ആ ഡോറ് പസില് സോൾവ് ആക്കാൻ അവൾ ഒന്നും കൂടി ആലോചിച്ചു നോക്കുകയാണ്. മരണത്തിന്റെ റാണി, അവൾ പകലിനെ രാത്രിയാക്കി, ജീവൻ നിലനിർത്താൻ അവൾ ഇല്ലാതാവണം. ജീവൻ പച്ച. അങ്ങനെ ഒരു പച്ച ക്രിസ്റ്റൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു യെല്ലോയും ഒരു ബ്ലൂ ക്രിസ്റ്റലും ചേർത്ത് വെച്ച് നോക്കുമ്പോ ആ ഡോർ ഓപ്പണായി വരികയാണ്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവര് മുന്നോട്ട് പോയി നോക്കുമ്പോ ഒരു പുരാതന ക്ഷേത്രം പോലെ ഒരു സ്ഥലത്ത് ചെന്ന് എത്തുകയാണ്. ഇതേ സമയം ഇവിടെ പുറത്ത് ലൂ ആവട്ടെ ലോറയെ കാണാതെ അവളെ അന്വേഷിച്ച് അകത്തേക്ക് പോവാണ്. നിന്റെ അച്ഛൻ കാരണമാണ് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ മനുഷ്യരും അവനൊപ്പം കൂടുന്നുണ്ട്. ഇവിടെ ഉള്ളിലേക്ക് കയറിയ ലോറയും മറ്റുള്ളവരും കാണുന്നത് അവിടെ അടക്കം ചെയ്തിരുന്ന 1000-ഓളം മൃതദേഹങ്ങളാണ്. ഇവരാണ് ഹിമിക്കോയുടെ സൈന്യം. മരണത്തിനപ്പുറം അവരുടെ റാണിയെ സേവിക്കാനായി ഇവർ ജീവത്യാഗം ചെയ്തു എന്ന് റിച്ചാർഡ് പറയുമ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡയറിയിൽ ഉള്ളതുപോലെ തന്നെയുണ്ട് എന്ന് ലോറ പറയാണ്. സത്യത്തില് ഹിമിക്കോയുടെ ഈ കാര്യത്തില് ലോറയ്ക്ക് ആദ്യം മുതലേ സംശയമായിരുന്നു. ഇപ്പൊ മുന്നോട്ടേക്ക് പോകും തോറും അവളുടെ ഉള്ളില് ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഭയമാണ്. അങ്ങനെ അവസാനം അവർ ആ ഹിമിക്കോയുടെ കല്ലറയ്ക്ക് മുന്നിൽ എത്തുന്നുണ്ട്. വോഗൽ അവന്റെ ആൾക്കാരെ കൊണ്ട് ആ കല്ലറ തുറപ്പിക്കുമ്പോ ഹിമിക്കോയുടെ മൃതദേഹം അതിൽ തന്നെ ഉണ്ട്. വായുസഞ്ചാരം ഇല്ലാതെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചിരുന്ന കല്ലറ തുറക്കുന്നതും ആ മൃതദേഹം ദ്രവിച്ച അസ്ഥികൂടമായിട്ട് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വേറും കെട്ടുകഥയാണെന്ന്, ഈ കല്ലറ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യൂ എന്ന് വോഗല് അവന്റെ ആൾക്കാരോട് പറയുന്നുണ്ട്. ആ കല്ലറയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന ചുമർ ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ കണ്ട ലോറയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതായി തോന്നുകയാണ്. അവിടെയുള്ള ചിത്രങ്ങളിലെല്ലാം ഹിമിക്കോയെ ഒരു വില്ലത്തിയായിട്ടല്ല കാണിച്ചിട്ടുള്ളത്. അതിൽ കാണിച്ച പ്രകാരം ഹിമിക്കോയെ ആരും ഇവിടെ ബലമായിട്ട് അടക്കം ചെയ്തതല്ല, അവളുടെ ജനങ്ങൾക്കായി അവൾ സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്തതായാണ് കാണിക്കുന്നത്. ആ ശവശരീരം എടുക്കാൻ തുടങ്ങുന്ന വോഗലിന്റെ ആൾക്കാരോട് നിർത്താനായിട്ട് അവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവരത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ബോഡി തനിയെ മുന്നോട്ടേക്ക് വരികയാണ്. ആദ്യം എല്ലാരും ഒന്ന് പേടിച്ചെങ്കിലും അതാ കല്ലറയിലെ ലിവർ തട്ടി മുന്നോട്ടേക്ക് വന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒന്ന് സമാധാനിക്കുന്നതും ആ ബോഡി ചെന്ന് തൊട്ട രണ്ടവന്മാരില്ലേ, അതിലൊരുത്തന്റെ കൈ ഏതോ ഒരു വൈറസ് വന്ന പോലെ അഴുകാൻ തുടങ്ങുകയാണ്. എല്ലാവരും പേടിയോടെ നോക്കുമ്പോഴേക്കും അവന്റെ ശരീരം മുഴുവൻ അങ്ങനെ അഴുകി അവൻ പൂർണ്ണമായിട്ടും ഒരു സോംബിയെ പോലെ ആയി മാറുകയാണ്. അവൻ ആ വേദനയില് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഫയർ ചെയ്യുന്നതും ആ ബോഡി എടുക്കാൻ കൂടെ നിന്ന മറ്റവനില്ലേ അവന്റെ ദേഹത്തേക്ക് ബുള്ളറ്റ് കൊണ്ട് അവൻ അവിടെ വീഴുന്നുണ്ട്. ആ ഇൻഫെക്റ്റഡ് ആയവൻ വോഗലിന്റെ നേരെ വരുന്നതും വോഗൽ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇതെല്ലാം കണ്ട ലോറയാവട്ടെ അപ്പൊ സത്യത്തില് ഹിമിക്കോയ്ക്കുണ്ടായിരുന്നത് ഒരു രോഗാവസ്ഥയാണ്. അവളുടെ സ്പർശനം മരണത്തിനിടയാക്കും. അക്കാലത്തെ ജനങ്ങള് അവളുടെ രോഗത്തെ ഒരു ബ്ലാക്ക് മാജിക് ആയിട്ട് തെറ്റിദ്ധരിച്ചു. സത്യത്തില് അവൾ ആ രോഗത്തിന്റെ കാരിയർ ആയിരുന്നു. അവൾക്ക് അതിനുള്ള പ്രതിരോധ ശേഷിയും ഉണ്ടായിരുന്നു. അവളുടെ ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഹിമിക്കോ തന്നെ അവളെ ഇവിടെ സ്വയം അടക്കം ചെയ്തത് എന്ന് ലോറ പറയുമ്പോ, നോക്കു വോഗൽ, നീ കണ്ടില്ലേ ഇത് പുറത്തെത്തിയ ഈ മനുഷ്യവംശം മുഴുവനായി നശിക്കും, നീ ഇത് ചെയ്യരുത് എന്ന് റിച്ചാർഡ് പറയുന്നുണ്ടെങ്കിലും ട്രിനിറ്റിക്ക് ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം മതി എന്ന് പറഞ്ഞ വോഗല് ഹിമിക്കോയുടെ ഒരു വിരല് കട്ട് ചെയ്ത് അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി എടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ലോറ ആവട്ടെ വോഗലിന്റെ കൂടെ ഉണ്ടായിരുന്നവനെ ആക്രമിക്കുന്നുണ്ട്. ഇതേ സമയം റിച്ചാർഡ് ആവട്ടെ അവിടെ കിടക്കുന്ന ഒരു ഗണ്ണെടുത്ത്
വോഗലിനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അവന്റെ കാലിൽ തന്നെ കൊള്ളുന്നുണ്ട്. ലോറ പുറത്തേക്ക് ഓടുന്നതും ആ ഗുണ്ട അവക്ക് പുറകെ തന്നെ പോകുന്നുണ്ട്. വോഗല് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് റിച്ചാർഡ് വോഗലിനെയും ഷൂട്ട് ചെയ്യുവാണ്. ഒരു ഘട്ടത്തില് വോഗലിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിന്റെ ബുള്ളറ്റ് തീർന്നതും അവൻ പെട്ടെന്നുള്ളൊരു അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ ഹിമുക്കോയുടെ ബോഡി എടുത്ത ഒരുത്തൻ ബുള്ളറ്റ് കൊണ്ട് വീണില്ലേ, അവൻ മരിച്ചിട്ടില്ലായിരുന്നു. ഇൻഫെക്റ്റഡ് ആയ അവനാവട്ടെ റിച്ചാർഡിന് നേരെ വരികയാണ്. റിച്ചാർഡ് ഒരു വിധത്തില് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ടെങ്കിലും ആ ആക്രമണത്തില് റിച്ചാർഡിന്റെ കൈക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ റിച്ചാർഡും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇൻഫെക്ഷൻ പെട്ടെന്ന് പകരാതിരിക്കാനായിട്ട് റിച്ചാർഡ് ഒരു തുണി കൊണ്ട് കൈ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുകയാണ്. ഈ അവസരം മുതലാക്കി വോഗൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ലോറയാവട്ടെ പുറകെ വന്ന ആ ഗുണ്ടയെ ഒരു ട്രാപ്പിലാക്കി കൊലപ്പെടുത്തുന്നുണ്ട്. റിച്ചാർഡിന്റെ അടുത്തേക്ക് എത്തുകയാണ് ലോറ. അച്ഛാ, ലോറ, വോഗൽ ഇവിടുന്ന് പോയി. നീ വേഗം അവന് പുറകെ പോണം. വേഗം ചെല്ല് ലോറ, അവൻ പുറത്തെത്താതെ നീ നോക്കണം എന്ന് റിച്ചാർഡ് പറയുമ്പോ ലോറയാവട്ടെ റിച്ചാർഡിന്റെ അടുത്തേക്ക് വരികയാണ്. എന്റെ അടുത്തേക്ക് വരരുത് ലോറ, മാറി നിക്ക്, ഞാനും ഇൻഫെക്റ്റഡ് ആയി. ഇത് കേട്ട് ലോറയാവട്ടെ റിച്ചാർഡിന്റെ മുറിവ് നോക്കാനായി പോകുമ്പോ എന്റെ അടുത്തേക്ക് വരരുത് ലോറ, എന്നെ തുടരുത്. നീ എനിക്കൊരു വാക്കുതാ, നീ അവനെ തടയണം. അതുമാത്രമല്ല, നീ സേഫായി പുറത്തിറങ്ങുകയും വേണം. ഇനി ആരും ഹിമുക്കോയെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ റിച്ചാർഡ് ആവട്ടെ വോഗല് പാറ പൊട്ടിക്കാനായിട്ട് കൊണ്ടുവന്ന ബോംബെടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. ദാ നോക്ക്, 10 മിനിറ്റിനകം ഞാൻ ഈ സ്ഥലം എന്നേക്കുമായിട്ട് നശിപ്പിക്കും. അതിനു മുമ്പ് നീ രക്ഷപ്പെടണം. അച്ഛാ, എനിക്ക് നിങ്ങളെ ഇപ്പോഴാണ് തിരികെ കിട്ടിയത്. വീണ്ടും നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ മോള് ധൈര്യത്തോടെ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത്. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കില്ലോറ. ഞാൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഓരോ നിമിഷവും ഞാൻ നിന്നെ ഒരു നോക്ക് കാണാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോ അത് സാധിച്ചില്ലേ? ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. എന്റെ മോള് ധൈര്യശാലിയാണെന്ന് അച്ഛനറിയാം. ഈ ലോകത്തിന് വേണ്ടി നീ ഇത് ചെയ്യണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തന്റെ അച്ഛനെ അവിടെ വിട്ട് ലോറ വോഗലിന്റെ പിന്നാലെ പോവാണ്. വോഗലാവട്ടെ ബുള്ളറ്റ് കൊണ്ട് പരിക്ക് പറ്റിയ ആ കാലും വെച്ച് ആ വലിയ കുഴി കടക്കാനുള്ള ശ്രമത്തിലാണ്. അവിടേക്കെത്തിയ ലോറയും വോഗലും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഞാൻ എന്റെ അച്ഛന് വാക്ക് കൊടുത്തതാണ്, നീ ഇവിടെ നിന്നും ഒരിക്കലും പുറത്തേക്ക് പോകില്ലെന്ന് എന്ന് പറഞ്ഞ് ലോറ ആ കുഴിക്ക് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഏണി തട്ടി താഴേക്കിടുകയാണ്. ഓഗലുമായിട്ടുള്ള ഏറ്റുമുട്ടലില് ഇനി അവള് തോറ്റുപോയാൽ പോലും ഓഗൽ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാനാണ് അവൾ ഇങ്ങനെ ചെയ്തത്. പരിക്ക് പറ്റിയ കാലും വെച്ച് എന്തായാലും അവന് ചാടി രക്ഷപ്പെടാനും പറ്റില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ഓഗല് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലേഡ് എടുത്ത് ലോറയ്ക്ക് നേരെ വരുമ്പോ കല്ലറയ്ക്ക് ചുറ്റും വെച്ച ബോംബ് റിച്ചാർഡ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഓഗലിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നതും ലോറ അവന്റെ തലമണ്ടക്കിട്ട് ഒരു അടിയും കൊടുത്ത് അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഹിമുക്കോയുടെ ആ സാമ്പിളില്ലേ അത് അവന്റെ വായിക്കാത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഇൻഫെക്റ്റഡ് ആവുന്ന ഓഗലിനെ അവൾ ആ കുഴിയിലേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഹിമുക്കോയുടെ കല്ലറ നശിച്ചതോടെ ആ ഗുഹയെ മുഴുവനായി നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ബ്ലേഡ് വെച്ച് ലോറ ഒരു വിധത്തിൽ ചാടി ആ കുഴിക്ക് അപ്പുറത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവള് മുന്നോട്ടേക്ക് ഓടുന്നതനുസരിച്ച് ആ ഗുഹ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളെ കയറി തൂങ്ങി മുകളിലേക്ക് പോകുന്നതും പൂർണ്ണമായും ആ ഗുഹ തകരുവാണ്. ഇതേ സമയം ലോറയെ അന്വേഷിച്ചു വന്ന ലൂ കാണുന്നത് തകർന്നു കിടക്കുന്ന ആ ഗുഹയാണ്. പുറത്തുണ്ടായിരുന്ന ഓരോ കല്ലുകളായിട്ട് പറക്കി മാറ്റി അവൻ ലോറയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ അനങ്ങുന്നത് അവൻ കാണുന്നത്. ആ കയർ പോയ സ്ഥലത്തെ കല്ല് പറക്കി മാറ്റുന്നതും അവിടെ തൂങ്ങിക്കിടക്കായിരുന്ന ലോറയെ കാണുകയാണ്. ലോറ, അപ്പൊ നമ്മള് ഇതുവരെ ചത്തില്ലല്ലേ എന്ന് ലൂ ചോദിക്കുന്നതും അവളും ചിരിച്ചു പോവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വോഗല് ഹിമുക്കോയെ കൊണ്ടുപോകാനായിട്ട് സാറ്റലൈറ്റ് ഫോൺ വഴി വിളിച്ചിരുന്ന ആ ഹെലികോപ്റ്റർ വരുന്നത്. ലൂവും ലോറയും കൂടി ആ 2 പൈലറ്റുമാരെയും വിരട്ടി അവിടെ ബാക്കിയുണ്ടായിരുന്ന മനുഷ്യരെയും കൊണ്ട് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് എത്തിയ ലോറ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ഏറ്റെടുക്കാനായിട്ട് ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതാണ്. ആ എഗ്രിമെന്റും കൊണ്ട് അന്ന പുറത്തേക്ക് പോകുമ്പോഴാണ് അഡ്വക്കേറ്റ് ലോറയുടെ കമ്പനിയായ ക്രോഫ്റ്റിന്റെ അണ്ടറിലുള്ള മറ്റു കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡോക്യുമെന്റ് ലോറയ്ക്ക് കൊടുക്കുന്നത്. അതൊന്ന് മറിച്ചു നോക്കുന്ന ലോറ സത്യത്തിൽ ഞെട്ടിപ്പോവാണ്. എന്തെന്ന് വെച്ചാ ആ കമ്പനികളുടെ കൂട്ടത്തില് ട്രിനിറ്റി ഉണ്ടായിരുന്നു. ആ ഭീകരവാദ സംഘടനയായ ട്രിനിറ്റിയും ലോറയുടെ കമ്പനിക്ക് അണ്ടറിലാണ്. ഇത് കാണുന്ന ലോറയാവട്ടെ പുറത്തേക്ക് പോകുന്ന അന്നയെ ഒന്ന് സംശയത്തോടെ നോക്കുന്നുണ്ട്. അവിടെ നിന്നും അച്ഛന്റെ സീക്രട്ട് റൂമിലേക്ക് എത്തിയ ലോറ അവിടെ ഉണ്ടായിരുന്ന ട്രിനിറ്റി എന്ന് എഴുതിയൊരു ബോക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. അതെല്ലാം പരിശോധിക്കുന്ന ലോറയ്ക്ക് അന്ന തന്നെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചത് ട്രിനിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ്. അതുകൂടാതെ വോഗല് വിളിക്കാറുണ്ടായിരുന്ന അവന്റെ ആ ബോസ് അന്നയാണെന്നുള്ള സത്യം അവള് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ
ഓഗലിന് വേണ്ടിയിട്ടുള്ള തോക്കും മറ്റ് എക്വിപ്മെന്റ്സും എല്ലാം കൊടുത്തത് അവളുടെ കമ്പനിയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് റിച്ചാർഡ് പറഞ്ഞ കാര്യം ലോറയ്ക്ക് ഓർമ്മ വരുന്നത്. ലോറ, ട്രിനിറ്റി എല്ലായിടത്തും ഉണ്ട്. ഒരു സ്ലീപ്പർ സെല്ല് പോലെ അവര് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നീ ക്രോഫ്റ്റിന്റെ അടുത്ത അവകാശിയാണ്. നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നീ നടപ്പിലാക്കണം. പിന്നീട് കാണിക്കുന്നത് ആ ലോക്കറ്റ് പണയം വെച്ച കടയിൽ പോയി അത് തിരിച്ചെടുക്കുന്ന ലോറയാണ്. അവിടെ നിന്നും നല്ല 2 ഗൺസ് എടുത്ത് ട്രിനിറ്റിക്കെതിരെയുള്ള അവളുടെ പോരാട്ടം തുടങ്ങുന്നതും കാണിച്ചാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സഹായിക്കുന്നേ പ്ലീസ്. അപ്പോ വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.